കഴിഞ്ഞ ദിവസം രാവിലെ നമ്മൾ കൊഹിമേന്ന് വണ്ടീൻ്റെ ഓയിൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നൊരു എന്താ പറയുക, മലയാളികളുള്ളൊരു ചാകര തന്നെയായിരുന്നു കൊഹിമയിൽ. നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് ഒരു താറിൽ വന്ന ടീമായിരുന്നു കേട്ടോ. അഫ്ഷാൻ ആൻഡ് വേറെ 2 പേര് സുഹൃത്തുക്കളുണ്ടായിരുന്നു കേട്ടോ. ഇവർ ഒരു നോർത്ത് ഈസ്റ്റ് ട്രിപ്പിലായിരുന്നു. ഞാനിവിടെ വന്ന് 2ാമത്തെ ദിവസം തന്നെ നമുക്ക് നമ്മുടെ സോളമൻ ബ്രോനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് കേട്ടോ. അപ്പോൾ ആളെയും കൂടെ വിളിച്ചു, നമ്മളെല്ലാവരും കുറച്ച് സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോഴാണ് പഞ്ചാബ് എന്നുള്ളൊരു കപ്പിൾസ് വന്ന കേട്ടോ. അതും അവഞ്ചറിൽ ഒരു കിടിലൻ സെറ്റപ്പായിരുന്നു ഇവരുടേത്. പാനിയേഴ്സും ടോപ്പ് ബോക്സൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതിന് പകരം ആൾ ബാറ്ററീൻ്റെ സെല്ലുകൊണ്ട് അത് ഉണ്ടാക്കി കേട്ടോ സ്വന്തം. അതൊരു കിടുക്കാച്ചി സെറ്റപ്പായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള സാധനം. യാത്രാവിശേഷങ്ങളെല്ലാം പങ്കുവച്ചതിന് ശേഷം അഫ്സാൻ ടീം പോയട്ടോ. അവർ നേരെ മണിപ്പൂരിലേക്കാണ് പോകുന്നത്. അപ്പം തന്നെ അത് അടുത്ത മലയാളി എത്തിയേട്ടോ. നമ്മുടെ മലപ്പുറത്തുനിന്ന് അടുത്ത ആളെത്തിയിട്ടുണ്ട്. റിൻഷാദ് അരുണാചലിൽ നിന്ന് നേരെ മണിപ്പൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത മലയാളീനെ കിട്ടി. നമ്മൾ ആളുമായിട്ട് കുറേ സംസാരിച്ചേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഒരു ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും കുറച്ച് യാത്രാവിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആളും യാത്ര പറഞ്ഞ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ പഞ്ചാബി ടീം പോയി കേട്ടോ. എല്ലാവരും യാത്രയായി. എല്ലാവരും പോയി കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം നാട്ടുകാരൻ കണ്ണൂർക്കാരൻ ബൈജുവേട്ടനുണ്ട് രാത്രി വന്നിട്ട് കേട്ടോ. KL13 AV വണ്ടി. അങ്ങനെ എല്ലാവരും അവരവരെ ബൈക്ക് പോയി. ഞാൻ സോളമൻ ബ്രോവും അടുത്ത ദിവസം രാവിലെ 2 ഡയറക്ഷനിലേക്ക് പോകാൻ പോവാണ്. ആള് നേപ്പാളിലേക്ക് പോവാണ്. എനിക്ക് വലിയ പ്ലാനൊന്നുമില്ല, നോക്കട്ടെ, നാഗാലാൻഡ് ബാക്കിയൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഇനി പോകുന്ന വഴിയിൽ ആരെങ്കിലൊക്കെ കാണാതിരിക്കൂല.